24 ഇലക്ഷൻ സൈക്കിള് ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ ആദ്യം പോയത് കടപ്പുറത്തേക്കാണ്. കടുത്ത ചൂട് സഞ്ചാരികളെയും മീൻപിടുത്തക്കാരെയും ഒരുപോലെ ബാധിക്കുന്നു എന്നാണ് നമ്മുടെ യജ്ഞക്കാർക്ക് മനസ്സിലായത്. കോഴിക്കോട് കടപ്പുറത്തെ വിശേഷങ്ങളുമായി സൈക്കിൾ യജ്ഞക്കാരായ പ്രവിത ലക്ഷ്മിയും വിനീത വിജിയും അതുപോലെ സ്മിത ഹരിദാസും നമുക്കൊപ്പം ചേരുന്നു. മലപ്പുറവും തിരൂരും പൊന്നാനിയും കടന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോഴിക്കോടാണ്. കലയെയും സാഹിത്യത്തെയും ഒക്കെ ഏറെ സ്നേഹിക്കുന്ന കോഴിക്കോട് കടപ്പുറത്താണ് നമ്മൾ ഇപ്പോഴുള്ളത്. മനോഹരമായ കാഴ്ചയാണ് അല്ലെ പ്രവിത? കടലിനെ കാണും തോറും വീണ്ടും വീണ്ടും കാണാൻ തോന്നും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ സമയം ചെലവഴിക്കാനൊക്കെയായി എത്തിയിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ച് സമയം ഈ പ്രവിത സൂചിപ്പിച്ചതുപോലെ കടലിനെ നോക്കിയിരിക്കാനും പരസ്പരം കഥകൾ പറയാനും ഒക്കെ എത്തുന്ന ആളുകളാണ് പലരും അല്ലെ. ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. കടലിൽ പോയിട്ട് വന്നതാണോ? അല്ല, പോയിട്ട് വന്നതാണ്. ഇപ്പോൾ വന്നിട്ട് രാവിലെ 4 മണിക്ക് ഇട്ടിട്ട് മീനൊന്നുമില്ല. ഒരു 200 റുപ്യ നെണ്ടാ കിട്ടിയേ. ഇത് ഇപ്പോൾ അലട്ട് കഴിഞ്ഞാൽ ഒരു 1000 റുപ്യ 2000 റുപ്യ ഒക്കെ കിട്ടും. ഈ ചൂട് കൂടുന്നതാണ്. ചൂട് കൂടുതലിനെ കൊണ്ട് മീനൊന്നും വരുന്നില്ല. അങ്ങനെ കരക്ക് മീനൊക്കെ തണുപ്പുള്ള ഭാഗത്തേക്ക് മീൻ പോവാണ്. വോട്ട് ചെയ്യാൻ പോകാറില്ലേ? വോട്ട് ചെയ്യും. വോട്ട് നമുക്ക് താല്പര്യമുള്ളതാണ്. ഒരിക്കലും അവർ വോട്ട് ചെയ്യും. രാഷ്ട്രീയമൊന്നും അതിലൊന്നും പോക്കൊന്നുമില്ല. നമുക്ക് നമ്മളെ ജീവിതമാർഗം തന്നെ നമ്മൾ തിരിഞ്ഞ് അത് നോക്കിയെടുക്കണ പണിയാണ്. പ്രചാരണം എങ്ങനെയുണ്ട് കേട്ടോ? എല്ലാ പാർട്ടികളും പ്രവർത്തനം തുടങ്ങി എല്ലാ പാർട്ടിക്കാരും. അല്ല, ചില ഇടങ്ങളിൽ ചില മുന്നണികൾ തുടങ്ങിയിരിക്കുന്നു. ചില മുന്നണികൾ അപ്പോൾ ബീച്ചിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ ആസ്വദിച്ചു, ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചു. ഇനി നമ്മൾ യാത്ര തുടരുകയാണ് കോഴിക്കോടിന്റെ അടുത്ത ഭാഗത്തേക്ക്. അവർ പറക്കട്ടെ. താങ്ക് യു പ്രവിത ലക്ഷ്മി, സ്മിത ഹരിദാസൻ, വിനീത വിജി. അപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുക, ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് പല ആളുകളും ഓരോ ഗ്യാരണ്ടി പറയുന്നു. ജാസ്മിൻ അബ്ബാസാ പറഞ്ഞു. ജാസ്മിൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് SKൻ്റെ ഗ്യാരണ്ടി എന്താണെന്ന്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കക്ഷി രാഷ്ട്രീയത്തോടും പക്ഷപാതം കാണിക്കാതെ നിഷ്പക്ഷമായി പ്രേക്ഷക പക്ഷത്തുനിന്ന് സംസാരിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഗ്യാരണ്ടി.